മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ കോഴിക്കോട് നിന്ന് അറിയിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ. അദ്ദേഹം ഇപ്പോൾ കാർഡിയാക് ICUവിലാണുള്ളത്. മരുന്നുകളുടെ അദ്ദേഹം നേരിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇപ്പോൾ അറിയുന്നത്. ഡോക്ടേഴ്സ് അങ്ങനെ സ്ഥിരീകരിക്കുന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള പല ആളുകളും സുഹൃത്തുക്കളുമൊക്കെ MDയെ കാണാൻ ആശുപത്രിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ അഭിജിത്ത്. സമീർ പറയൂ. സമീർ സോറി. എസ് കെ എൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ 6 ദിവസമായും അദ്ദേഹം ഇവിടെ ചികിത്സയിൽ കഴിയുകയാണ്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം എത്തിയത് എങ്കിലും പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാകാൻ ഇടയായത്. അതേ തുടർന്ന് ഒരു വാർത്താക്കുറിപ്പും ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരുന്നു. അതിന് പിറകെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ വന്ന് സന്ദർശിക്കുകയും അതുപോലെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇന്ന് ഇപ്പോൾ ആശുപത്രി അധികൃതർ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അനുസരിച്ച് മരുന്നുകളോട് MT പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വലിയ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിക്കൊണ്ട് തന്നെയാണ് കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ അത്തരത്തിലുള്ള ഒരു പുരോഗതി, ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗതി ഉണ്ട് എന്ന കാര്യം ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 11 മണിയോട് കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട്. ഡോക്ടർമാരുടെ ഒരു യോഗമാണ്. അതിനുശേഷം ആരോഗ്യനില എത്രമാത്രം പുരോഗതിപ്പെട്ടു എന്ന കാര്യം സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് നമുക്കൊരു പ്രതികരണം ഉണ്ടാവും. നമുക്കൊപ്പം ഇപ്പോൾ തുഞ്ചൻ സ്മാരക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് MT വാസുദേവൻ നായർ. ഇപ്പോൾ നമുക്കൊപ്പം തുഞ്ചൻ സ്മാരക സമിതിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള P നന്ദകുമാർ MLA ഉണ്ട്, പൊന്നാനി MLA. അദ്ദേഹം MTയുമായി ഏറെ അടുപ്പം ഉള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ ഏറെ നേരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആരോഗ്യനില? ഇന്നലെ രാത്രി 10:30 കൂടി ചില ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. വിളിച്ചാലൊക്കെ നല്ല ശക്തമായ ചില ഇടപെടുമ്പോൾ വിളിക്കുമ്പോൾ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ രൂപത്തിൽ കൈകാലുകൾക്കകത്തുള്ള ചില ചലനങ്ങളും ഉണ്ട്. ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുമാണ് കണ്ടത്. പിന്നെ വൈദ്യശാസ്ത്രം അതിൻ്റെ പരമാവധി എല്ലാ രൂപത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാർ പരമാവധി മെഡിക്കൽ ടീം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു രൂപത്തിലേക്കുള്ള ബുള്ളറ്റൊന്നും അവർ ഇറക്കിയിട്ടില്ല. ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്തായാലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ്. വിളിക്കുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഒരു ഓർമ്മ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് കണ്ണ് തുറക്കുന്നത്. അപ്പോൾ അത് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. കൈകാലിന് ചില ചലനങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊന്നും തീരെ ചലനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതിന് ചെറിയ രൂപത്തിലേക്കുള്ള മാറ്റം രാവിലെ കൂടിയുണ്ട്. SKN എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് നന്ദകുമാർ MLA വ്യക്തമാക്കുന്നത്. കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുമുണ്ട്. ശുഭകരമായ ഒരു വാർത്ത ഉണ്ടാകും. അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്ത് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, പ്രാർത്ഥനയിലാണ് എല്ലാവരും. SKN. താങ്ക് യു സമീർ സി മുഹമ്മദ്.